ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കണവ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് അന്ന് ഫ്രിഡ്ജിൽ കയറ്റിയത്. ഇന്നിപ്പോൾ 2 ദിവസമായി. അപ്പം ഇനി ഒരുപാട് ദിവസം വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഐസ് പോകാനായിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഒരു മീഡിയം സൈസ് കണവയായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞല്ലോ ക്ലീൻ ചെയ്തെടുത്തപ്പം. എന്നാലും 2-3 ചെറുതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് കൂന്തൽ നിറച്ചത് വെക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേരോട് കഴിക്കുമ്പോൾ എരിയില്ലാണ്ട് വെക്കുവാണെങ്കിൽ കഴിക്കുമല്ലോ. അപ്പോൾ കറിയാക്കുന്നില്ല, ഒരു തോരൻ എന്ന രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് സാധനം ഒരു സ്കെയിൽ പോലത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാത്തിൽ നിന്നും എടുക്കണം. ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, പക്ഷേ ഈ എന്താ പറയുക, ഇത് ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തലയാണ് കേട്ടോ. അങ്ങനെ ഉള്ളതിനെല്ലാം അത്യാവശ്യം മീഡിയം പീസസാക്കി, എന്നാൽ ചെറുതുമല്ല വലുതുമല്ലാത്ത കുഞ്ഞു കുഞ്ഞു പീസാക്കി എല്ലാം കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് കേട്ടോ. ഇത് വെന്തും കൂടെ വരുമ്പോൾ പിന്നെ തീരെയും കാണത്തില്ല. അങ്ങനെ എല്ലാം എടുത്തിട്ടിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ആ കട്ട് ചെയ്ത സാധനം അതിനകത്തേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതിനകത്തേക്ക് ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു സ്മെല്ല് ഇതാവാനായിട്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം ഞാൻ സ്ട്രെയിൻ ചെയ്ത് കളയുകയും ചെയ്യും. ഈ വെള്ളത്തിലല്ല നമ്മൾ വേവിച്ചെടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഒരു റബ്ബർ പോലെ ഇങ്ങനെ ആയി വരും. ഒന്ന് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെ കേട്ടോ വേവിക്കുന്നത്. ആ സമയത്ത് ഞാനും എൻ്റെ യാശം കൂടെ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ കൂട്ട് ഇവളാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവിടെ നിന്ന് കളിച്ചോളും കേട്ടോ. മുന്നേ ആയിരുന്നു ഇച്ചിരി പ്രശ്നം. അങ്ങനെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കളർ കണക്ക് വരും, ഒരു ബ്രൗൺ കളർ പോലെ. അത് അതിൽ നിന്ന് ഇളവുന്നേ. അപ്പോൾ ഞാനത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി. അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതിടുക. കുറച്ച് പച്ചമുളക് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ പിള്ളേർക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ 2 വലിയ സവാളയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. അതും കൂടെ ഇതിനകത്തേക്ക് തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കുകയും ചെയ്തത്, ഒരുപാട് അങ്ങ് വാടിപ്പോവുകയും ചെയ്തു. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇടുക കേട്ടോ ഇതിനനുസരിച്ച്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേന് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് വേണമെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി, കുഴപ്പമില്ല. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ കണവയുണ്ടല്ലോ, അതവിടെ ഇരിപ്പുണ്ട്. അപ്പം അതിനെ നമുക്ക് തൂക്കിയെടുത്ത് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പം ഉപ്പെല്ലാം ആവശ്യത്തിന് നോക്കണം. ഉപ്പ് കൂടി പോരുത്. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും ഈ ഒരു സാധനത്തിന്. ഇനി ഇതിന് വേണ്ടിയിട്ട് അരപ്പ് നമ്മൾ തേങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വറുത്ത ജീരകം, കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് അരച്ചങ്ങ് എടുക്കുന്നില്ല, എന്നാലൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഒന്ന് നമ്മൾ പൾസിലിട്ടിട്ട് അരച്ച് മാറ്റി അങ്ങോട്ട് എടുക്കുക. ഇനി നമ്മുടെ ഉള്ളിലേക്ക് ആ സമയം കൊണ്ട് വീണ്ടും ഒന്ന് വാടി കാണും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അരപ്പ് അവിടെ വീണ് കേട്ടോ. അത് ഞാൻ പിന്നെ പോയി കൈയോടെ അങ്ങ് തുടച്ച് തൂത്തങ്ങിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ കണവയുണ്ടല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിയെ നമ്മൾ വാണ്ടി വന്നല്ലോ, അതിനകത്തേക്ക് തട്ടിയിടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കുക കേട്ടോ. ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കട്ടോ. അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി വേവിച്ച ഒരു സാധനമാണിത്. പിന്നെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കഴിയട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു അരപ്പും കൂടെ തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ആദ്യം പിടിച്ചു വരാൻ പാടായിരിക്കും, ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും കേട്ടോ. അത് ആദ്യമേ ഇടരുത്, അരപ്പ് നന്നായിട്ട് പിടിച്ചു വരണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ 4 സൈഡും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും വരും ഈ ഒരു സമയത്ത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ച് തന്നെ എടുക്കുക കേട്ടോ. തോരനാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയി വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ആ തേങ്ങയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പും കൂടെ നോക്കാം കേട്ടോ. ഇതുപോലെ ഇരിക്കും, പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ചോറിനോട് കഴിക്കാൻ നല്ലൊരു സംഭവമാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ യാശു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എന്തെടുത്താലും യാശുവിന് വേണം. അപ്പോൾ കുഞ്ഞിനും കൂടെ കൊടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ, കണവ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഓക്കെ, ബൈ.